ഹലോ കൂട്ടുകാരെ, ഇന്ന് അയില കുട്ടികളാണ് കിട്ടിയിട്ടുള്ളത്. അത് നന്നാക്കി കഷ്ണം മുറിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാൻ പുളി വെച്ചിട്ടുണ്ട്. അത് അടുപ്പത്ത് വെക്കട്ടെ. പുളി ഒന്ന് അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ലേശം മഞ്ഞളും മുളകും ഉപ്പും ഇട്ട് വെക്കാം. കുറേ ദിവസമായിട്ട് അയില അല്ലായിരുന്നു, ചെറിയ ചെറിയ മീനൊക്കെ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പം ഇന്നിപ്പോൾ അയില കിട്ടി, അതുകൊണ്ട് ഒരു കറി വെക്കാൻ വിചാരിച്ചു. മഞ്ഞളിട്ട് മുളക് പൊടി കുറച്ചിട്ട് വയ്ക്കുക. ഭയങ്കര എരിവുള്ള മുളകാണ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ട് ലേശം ഉപ്പ് ഇടുക. ഇത് നന്നായി തിളക്കട്ടെ. നന്നായി തിളക്കിയതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച തക്കാളി ഇഞ്ചി അതിലിടണം. തിളക്കട്ടെ നന്നായിട്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയിൽ ചെറുള്ളി ലേശം ചേർത്തിട്ടുണ്ട്. ഇതാ ചുവന്ന ചെറിയ ഉള്ളി കുറച്ച് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വലിയ ജീരകം കുറച്ച് ചേർക്കുക. കുറച്ച് വലിയ ജീരകം ചേർക്കണം. അത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ തക്കാളി, പച്ചമുളക്, ഇഞ്ചിയും കൂടി ഉള്ളത് അതിൽ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് അയിലേൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് തന്നെ അതിൽ കിടന്ന് നന്നായി വേവട്ടെ. ലേശം കരിവേപ്പിൻ്റെ ഇല ഇടാം. അതിൽ കിടന്ന് വേവട്ടെ. ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കുക. ഇത് വെന്തിട്ടുണ്ടായിരിക്കും. ഒരു 15 മിനിറ്റിലേറെയായി. ഇത് അയില നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ഈ തേങ്ങ അതിൽ ചേർക്കാം. അരച്ച് വെച്ച തേങ്ങ അതിൽ ചേർക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് ഒന്ന് ചുഴറ്റി പാരാം. തിളയ്ക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു വറവിടാം. തിളച്ചത് വാങ്ങിയേക്കും. അയിലക്കറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് ലേശം ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഉള്ളി ഇടുക. ഈ ചെറിയ ഉള്ളി അതിലിടുക. ഈ പച്ചമുളക് അതിലിടുക. നല്ലോണം മൂത്ത് വരട്ടെ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായി വറവിട്ടാതെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കാണുള്ളൂ. അയിലക്കറി തന്നെ നല്ല പൊതുവെ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ അതൊന്ന് വറവിടട്ടെ. നന്നായി ചുവന്ന് വരുന്നുണ്ട്. ഇതിലൊന്ന് വറവിടട്ടെ.
ഇപ്പം നന്നായി മൂത്ത് നമുക്ക് ഈ ഗ്യാസ് ഓഫാക്കാം. നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അയിലക്കറി റെഡി. സൂപ്പർ അയിലക്കറി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിൽ കഴിക്കാം. ഇപ്പം തന്നെ മണം വരുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഉപ്പൊക്കെ നല്ല പാകം, നല്ല ടേസ്റ്റി ആയിട്ട് രാത്രിക്കത്തെ ചോറിലേക്കുള്ള കറിയാണ്. ഞാൻ അടുത്ത വീഡിയോ വീണ്ടും കാണാം.